ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആട്ട് സൂപ്പാണ്. അതിനു വേണ്ടി ഒരു 250 ഗ്രാം ആട്ട് സൂപ്പിൻ്റെ കഷ്ണങ്ങളാണ്. കാലിൻ്റെയും എല്ലാ കഷ്ണങ്ങളും ഇതിലുണ്ട്. ഈ കഷ്ണങ്ങളിട്ടാണ് ആട്ടിൻ്റെ സൂപ്പ് തയ്യാറാക്കുന്നത്. ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് 4-5 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി മുഴുവനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇത് നമുക്ക് ചേർക്കാം. ഈ ആട്ട് സൂപ്പിൽ ഉപ്പ് അധികം ചേർക്കേണ്ടതില്ല. ഒരുപാട് ഉപ്പ് ചേർത്താൽ അതിൻ്റെ ഗുണം പോകും. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് നീരാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ 5 ഗ്ലാസ് വെള്ളം വറ്റിച്ച് ഒരു 2.5 ഗ്ലാസ് ആക്കണം. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് ആദ്യം നല്ല തീയിൽ വേവിക്കാം. തിളച്ചു വരുമ്പോൾ നമുക്കിത് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു അടപ്പ് വെച്ച് നമുക്കിത് അടച്ച് വേവിക്കാം. ഈ സൂപ്പിൽ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. സൂപ്പ് തിളച്ച് വന്നു. ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. ഇത് സൂപ്പ് റെഡിയായോ എന്ന് നോക്കാം. ചെറു തീയിലാണ് ഞാൻ തിളച്ചപ്പോൾ വെച്ചത്. 2.5 ഗ്ലാസോളം ഇത് വറ്റി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഇത് വറ്റി വരും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പ് റെഡിയായി. എല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു. ഇപ്പോൾ ഇത് 2.5 ഗ്ലാസ് വെള്ളമായി. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ സൂപ്പ് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും ഇത് വളരെ ഹെൽത്തിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇത് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.